ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പഴയ ഓർമ്മകൾ, കാര്യങ്ങൾ, വിശേഷങ്ങൾ അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ, അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇടയ്ക്ക് നമുക്ക് അത്തരം വീഡിയോസ് നമ്മൾ കാണിക്കലുണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ ആ ഒരു പഴയ കാര്യങ്ങൾ, അന്നത്തെ കാലത്തൊക്കെ കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർത്തെടുക്കുക. കാരണം വെച്ചാൽ നമുക്ക് ആ പഴയതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പഴയ ആളുകളിൽ നിന്ന് തന്നെ അല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ, അന്ന് അനുഭവിച്ചവരുടെ നിന്ന്. അതെ, ആ കാലത്ത് അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പഴയ കാലത്തെ, അന്നത്തേക്ക് ഒരു കാലത്തെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ ഇതിലിങ്ങനെ പോവാണല്ലോ, കുറേ മുമ്പ് നമുക്ക് ഓർമ്മയുള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അല്ലേ 1960 അല്ലേ, 50, 55 ആ കാലം ഉള്ള അറിയാലോ. അന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മളെ നാട്ടിലൊരു സമ്പ്രദായങ്ങൾ, കാര്യങ്ങളൊക്കെ അതൊന്ന് ഓർത്തെടുക്കാമല്ലോ നമുക്ക്. അതാണല്ലോ ഇപ്പോൾ അറിയാൻ കഴിയാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് പറയേണ്ടത് നമുക്ക് നമ്മളെ പ്രേക്ഷകരോട്. അന്നൊക്കെ രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ചിട്ട് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി പിന്നെ അവനവൻ്റെ വീട്ടിലുള്ള പണിയെടുക്കുക. പിന്നെ രാവിലെ ചായപലഹാരത്തിനുള്ള ഒരുക്കങ്ങളായി. അന്നൊക്കെ ഇന്നത്തെ മാതിരിയുള്ള മിക്സി കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ അമ്മീമ്മലാണ് അരയ്ക്കുക. ഇടിക്കുന്നതൊക്കെ ഉരലിലാണ് ഇടിക്കുക. നേരത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ നേരത്തെ നീറ്റാൽ തന്നെ 7 മണിയാവും എല്ലാ പണിയും കഴിയാൻ. അതൊക്കെ നേരത്തെ പറ്റുള്ള സൗകര്യങ്ങളില്ലല്ലോ. ഇന്നിപ്പോൾ അതല്ല, അന്ന് വഴുകി നീറ്റാലും സൗകര്യങ്ങളുണ്ട്. അന്നൊക്കെ നേരത്തെ നീച്ചാലും നേരത്തെ മാതിരി ഇഡ്ഡലി, ദോശ, പുട്ട് ഇവയൊക്കെ നല്ല പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. അടുപ്പിലായാലും അടുപ്പിലാണ് ഉണ്ടാക്കുക അല്ലേ? ഒക്കെ അടുപ്പിലാണ് ഉണ്ടാക്കുക. വിറകും ഉണ്ടാകും, വിറക് കത്തിക്കൽ കാര്യങ്ങളല്ലേ. ഇന്നിപ്പോൾ അടുപ്പില്ലല്ലോ. ഇപ്പൊക്കെ സൗകര്യങ്ങളൊക്കെ ആകെ ഇപ്പോൾ ഇന്നെല്ലാം മാറിയില്ലേ. അന്ന് സൗകര്യങ്ങളൊക്കെ ഒക്കെ മാറി. ഇന്ന് അന്നൊക്കെ രാവിലെ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും നാളികേരം. അപ്പോൾ ചട്ടിനിയെ ഒക്കെ ഉണ്ടാക്കി പിന്നെ തേങ്ങ കൊത്തിപ്പൊടിച്ചിടുകയും ചെയ്യും. വെളിച്ചെണ്ണയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. കൊപ്പരാട്ടാൻ വേണ്ടി അല്ലേ? കൊപ്പരാട്ടാൻ വേണ്ടി അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ അതൊക്കെ അന്നൊക്കെ പണ്ട് ചക്കലാട്ടലാ. ഇന്നിപ്പോൾ അതല്ലല്ലോ. പിന്നെ ഇപ്പോൾ നേരത്തെ മല്ല ആണുങ്ങൾക്കൊക്കെ പറമ്പിലാണ് ജോലികളുള്ളത്. കൃഷിപ്പണിയും കാര്യങ്ങളും തെങ്ങിൻ്റെ ചുവട്ടിൽ കൊത്തലും. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ചെയ്യിക്കുക. അല്ലാതെയുള്ള ജോലികളായാലും അല്ലേ, ഓഫീസ് ജോലികളൊക്കെ ആയല്ലേ. പിന്നൊക്കെ അവർ നേരത്തെ തന്നെ പോവും പറമ്പിലെ പണിക്ക്. പാടത്തൊക്കെ കൃഷിയാണ്. ഇന്നിപ്പോൾ പാടമൊക്കെ ഒഴിഞ്ഞെടുക്കുകയല്ലേ. കൃഷിയാണ് ഇപ്പം അന്നത്തെ പ്രധാനം അല്ലേ? പ്രധാനം കൃഷിയാണ്. അന്നൊക്കെ കൂട്ടാൻ വയ്ക്കാനൊക്കെ പറമ്പിൽ തന്നെ എടുക്കാണ്ട്. ഇന്നിപ്പോൾ ഒക്കെ പീടികന്ന് വാങ്ങണം. അന്നത്തെ കാലത്ത് പറമ്പിൽ ഉച്ചയ്ക്ക് ഊണിനുള്ള കറിക്കൊക്കെ അല്ലേ? ഊണിനുള്ള കറിക്കൊക്കെ പറമ്പിൽ കിട്ടും. അന്നൊക്കെ ചീര, മുരിങ്ങ, ചക്കയും മാങ്ങയൊക്കെ എല്ലാം അതിലുണ്ട്. ഇന്നിപ്പോൾ ഒക്കെ ഇല്ലാത്ത കാലം വന്നു. ഇന്നിപ്പോൾ അതിലൊക്കെ കാച്ചു കൊടുത്ത് മേടിക്കണം. അന്നതൊന്നും വേണ്ട, ഒക്കെ പറമ്പിൽ തന്നെ കിട്ടും. അന്നൊക്കെ ഉച്ചയ്ക്ക് നാടൻ കറികളല്ലേ. മുരിങ്ങ, ചീര ഉള്ള സാധനങ്ങളൊക്കെ, ചക്ക, മാങ്ങ അതൊക്കെ തൊടിയിലുണ്ടാകുമ്പോൾ അതൊക്കെ മിക്കവാറും ചോറിനെക്കാട്ടിലും ഒക്കെ പണിയെടുത്ത് കുഴഞ്ഞ് വരുമ്പോൾ കഞ്ഞിയാണ് വെക്കുക. നല്ല നെല്ലുച്ചേരിൻ്റെ കഞ്ഞി. ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടാനും ഉണ്ടാവും. പണിക്കാർക്ക് പണ്ടൊക്കെ പിന്നെയും ഒരു ഇതാണ് മോരും വെള്ളം. അപ്പം അതിനെ കറക്കാനും ഉണ്ടാവും വീട്ടിൽ. മോരുമുള്ളാണ് പ്രധാനം അല്ലേ? മോരും വെള്ളം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഇട്ടായിരുന്നു പൈന കറക്കാൻ. കരിയേപ്പിൻ്റെ പച്ചവളക്കൊക്കെ ചതച്ചിട്ട്. ഇന്നിപ്പോൾ ഒരു പച്ചവളത്തിന് പഞ്ചാണ്, വീട്ടിലുണ്ടാക്കില്ല. ഒക്കെ പീടിയെന്ന് വാങ്ങണം. ഇറച്ചി മീനൊന്നും എന്നുമില്ല. ഇടയ്ക്കൊക്കെ ഉള്ളൂ. കോഴിയാണെങ്കിൽ നാടൻ കോഴിയാണ്. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ ഇറച്ചി മീൻ തന്നെ കൂട്ടാൻ. പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഒരു മയക്കമുണ്ട്. ഒക്കെ എല്ലാവരും കിടന്ന് പിന്നെ ഒരു 3 മണിയായിട്ടൊക്കെ എണീക്കുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് അന്നൊക്കെ ചേമ്പ് പുഴുങ്ങിയത്, ഈ വലിയ നടുനിലക്കിഴങ്ങ് അതൊക്കെയാണ് തൊടിയിലുണ്ടാക്കുന്നത്. പിന്നെ അടയൊക്കെ ഉണ്ടാക്കും, ശർക്കര നാളികേരമൊക്കെ ഇട്ട്. അന്നൊക്കെ അവലൊക്കെ ഈ ഇടിയാനാവിലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇടിച്ചുണ്ടാക്കിയത്. അവലൊക്കെ വീട്ടിൽ ഇടിച്ചുണ്ടാക്കുക. പിന്നെ സന്ധ്യയായ വിളക്കത്തിച്ച് കാട്ടുക.
അന്നൊക്കെ കുട്ടികളൊപ്പം വയസ്സായവരുണ്ടാവും, വയസ്സായവരൊപ്പം കുട്ടികളില്ല. നാമം ചെല്ലലൊക്കെ ഉണ്ട് സന്ധ്യയ്ക്ക്. അന്നൊക്കെ രാത്രി മിക്കവാറും കഞ്ഞിയൊക്കെയാണ്, പപ്പടം കാച്ചിയത്, മുളക് വറുത്തത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒക്കെ രാത്രി ആകുമ്പോൾ നേരത്തെ കിടക്കും. നേരത്തെ വല്ല ടി വി ഒന്നും അന്നില്ല. അന്ന് പിന്നെ ഒക്കെ വൈകിട്ടല്ലേ ടി വി ഒക്കെ ഉണ്ടാവും, ടി വിൻ്റെ അടുത്ത് ഉത്തിരിക്കാമല്ലോ. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു ദിവസം അല്ലേ? അന്നത്തെ ദിവസങ്ങൾ അങ്ങനെയൊക്കെയാണ്. അന്നൊക്കെ കാര്യപ്പെട്ട് ഓണം, വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു സദ്യ ഉണ്ടാക്കുള്ളൂ. വല്ല പിറന്നാളൊക്കെ ഉണ്ടാകുമ്പോഴേ സദ്യ ഉണ്ടാവുള്ളൂ, അല്ലാതെ സദ്യ ഒന്നുമില്ല. ഇന്നൊക്കെ ഇപ്പം എന്നും സദ്യ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.